ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു സുനി കാർത്തിക യൂട്യൂബ് ചാനൽ. എല്ലാ കുട്ടികളും വെക്കേഷനൊക്കെ ആഘോഷിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മളെല്ലാ സബ്ജക്റ്റിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് വളരെ നമുക്ക് പുതിയ അക്കാഡമിക് സെഷനിലേക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിവിടെ ഇന്ന് പഠിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ പോർഷൻസ് ആണ്. അപ്പം നമ്മളത് ഒരു ഫ്രീ ടൈമിൽ ഒരു 1 hour നമുക്ക് കിട്ടുന്ന പോലെ സമയം കുഞ്ഞുങ്ങളതിന് വിനിയോഗിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ പോർഷനാണ്. നമ്മളിന്ന് പഠിച്ചു തുടങ്ങുന്ന പോർഷൻ എന്ന് പറയുന്നത് ഹൗ ടു റൈറ്റ് എ സെൻറ്റൻസ് നീറ്റ്ലി എന്നുള്ള, എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസുകൾ വൃത്തിയും ചിട്ടയോടും കൂടി എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുന്നത്. സോ എല്ലാ കുഞ്ഞുങ്ങൾക്കും ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹൗ ടു റൈറ്റ് എ സെന്റൻസ് നീറ്റ്ലി, എങ്ങനെ ഒരു സെന്റൻസ് വൃത്തിയായിട്ട് എഴുതുക എന്നുള്ളത്. അപ്പൊ നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? എന്ത് ശ്രദ്ധിക്കണം? എ സെന്റൻസ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. നമ്മൾ എപ്പോഴും ഒരു സെന്റൻസ് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ആ സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എ സെന്റൻസ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഒരു സെന്റൻസ് നമ്മൾ തുടക്കം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ആ സെന്റൻസ് എഴുതി നിർത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു സെന്റൻസ് എഴുതി നിർത്തുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഫുൾ സ്റ്റോപ്പ് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതേപോലെ തന്നെ സെന്റൻസ് എഴുതി നിർത്തുമ്പോൾ നമ്മൾ എന്ത് അവിടെ കൊടുക്കണം? ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിന്റെ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടുതലും തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എക്സർസൈസ് വളരെ കുറച്ചാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സർസൈസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് അല്ലെ എക്സർസൈസ് നമ്മളിവിടെ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു സെന്റൻസ് ഉണ്ട്. ഐ ആം ഹാപ്പി എന്ന് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള 2 റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇവിടെ നമ്മൾ നോക്കൂ, ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ആണ്. അപ്പം ഐ എന്ന് പറയുന്ന ലെറ്റർ തന്നെ നമ്മളിവിടെ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്താണ്? സെന്റൻസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല അല്ലെ? അപ്പൊ ആ 2 മിസ്റ്റേക്കാണ് ഈ സെന്റൻസിൽ കാണാൻ നമുക്ക് സാധിക്കുക. അപ്പൊ നമുക്കിത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് എഴുതാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലെറ്റർ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കാം? ഐ ഇവിടെ സ്മോൾ ലെറ്റർ ആയിരുന്നു. അപ്പൊ നമ്മൾ അത് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റി അല്ലെ? ആം ഹാപ്പി അല്ലെ? ഹാപ്പി എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഫുൾ സ്റ്റോപ്പ് കൂടെ കൊടുക്കണം. ഇപ്പോഴാണ് ആ സെന്റൻസ് അതിന്റെ അർത്ഥവത്തായ രീതിയിൽ നമ്മൾ അതിനെ എഴുതി കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് നോക്കാം. ആർ ദെയർ 2 chairs ഇല്ലേ? നോക്കൂ, നമ്മൾ സെന്റൻസ് വായിക്കുമ്പോൾ അറിയാം ആർ ദെയർ 2 chairs. അത് ക്രമമായിട്ടും അല്ല എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ലെറ്റർ നമ്മൾ കണ്ടോ സ്മോൾ ലെറ്റർ ആണ്. അതുപോലെ തന്നെ സെന്റൻസ് ഇവിടെ നിർത്തിയപ്പോൾ നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പും കൊടുത്തിട്ടില്ല. നമുക്ക് ആർ ദെയർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ഈ സെന്റൻസിനെ എങ്ങനെ പ്രോപ്പറായിട്ട് എഴുതാം എന്നുള്ളത് നോക്കാം. എങ്ങനെ എഴുതാം? there are എന്നാണ് നമുക്ക് അവിടെ എഴുതാൻ സാധിക്കുക. there are 2 chairs അല്ലേ? എങ്ങനെ എഴുതാം? there are 2 chairs എന്ന് എഴുതാം അല്ലെ? സെന്റൻസ് എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് നോക്കൂ, ഇവിടെ കണ്ടോ ആർ ദെയർ 2 chairs എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സെന്റൻസിൽ എന്ന് പറയുമ്പോൾ കുറെ വേർഡ്സുകൾ നമ്മൾ എങ്ങനെയെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് അതിന്റെ മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ എഴുതി വെക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടോ ഇവിടെ നമ്മൾ നോക്കൂ, സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ നമ്മൾ എന്ത് കൊടുത്തു? ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. അതേപോലെ തന്നെ അതിന്റെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സെന്റൻസിന്റെ ലാസ്റ്റിലെ സെന്റൻസ് എവിടെയാണോ നിർത്തിയത് അവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഫുൾ സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ആ സെന്റൻസ് പൂർണ്ണമായത് ഇല്ലേ? നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, എ ഡോക്ടർ ഹി ഈസ്. നോക്കൂ, ആ സെന്റൻസിന് എന്തെങ്കിലും ഒരു പൂർണ്ണമായിട്ടുള്ള അർത്ഥമില്ല. മാത്രമല്ല ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആണ്. സെന്റൻസിന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ നിർത്തിയപ്പോൾ നമ്മൾ എന്തും കൊടുത്തിട്ടില്ല? ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ സെന്റൻസിനെ നമുക്ക് എങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് എഴുതാൻ തുടങ്ങാം നോക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? ഹി ഈസ്. ഈ സെന്റൻസിനെ എങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് മാറ്റാം?
ഹി ഈസ് എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടറാണ് എന്നാണ് ഇതിനെ എഴുതി വെക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് വരേണ്ട വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഹി ആണ് അല്ലെ. നോക്കൂ, ഹി ഈസ് എ ഡോക്ടർ. ഹി ഈസ് എ ഡോക്ടർ ഉണ്ടോ? അപ്പൊ ഹി എന്നുള്ള പ്രോനൗണിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. അതേപോലെ സെന്റൻസിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് അറേഞ്ച് ചെയ്തു. എന്നിട്ട് ലാസ്റ്റിൽ എന്ത് കൊടുക്കണം? ഒരു ഫുൾ സ്റ്റോപ്പ് കൂടെ കൊടുക്കണം. ഇപ്പോഴാണ് ആ സെന്റൻസ് പൂർണ്ണമായത് അല്ലേ. അപ്പൊ നമ്മൾ ഈ സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? സെന്റൻസ് നമ്മളത് മീനിങ് ഫുൾ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. സെന്റൻസ് നിർത്തുമ്പോൾ നമ്മൾ അതിന് ഫുൾ സ്റ്റോപ്പും കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു വൃത്തിയായ രീതിയിൽ നമുക്ക് സെന്റൻസിനെ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ നാലാമത് എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ് നോക്കാം. ദ പെൻസിൽസ് ആർ വെരി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പെൻസിൽ നല്ല മൂർച്ചയുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഈ സെന്റൻസിന്റെ മിസ്റ്റേക്ക് എപ്പോഴും എന്താണ്? നമ്മൾ എപ്പോഴും ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. ഫസ്റ്റ് ലെറ്റർ നോക്കൂ, ദ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ അതിന്റെ റൂൾസ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ. ഇതൊരു മീനിങ് ഫുൾ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ സെന്റൻസ് എഴുതിയേക്കുന്നത്. അപ്പൊ സെന്റൻസിന് നമ്മൾ പ്രത്യേകിച്ച് റീഅറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദ പെൻസിൽസ് ആർ വെരി ഷാർപ്പ്, അത് നമ്മൾ മീനിങ് ഫുൾ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെറ്റർ ഇവിടെ സ്മോൾ ലെറ്റർ ആണ്, നമ്മൾ അതിനെ മാറ്റി എഴുതണം. ഫസ്റ്റ് ലെറ്റർ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. സോ ദ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ ടി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കി. പിന്നെ ശ്രദ്ധിക്കുക, ദ പെൻസിൽസ് ആർ വെരി ഷാർപ്പ്. സെന്റൻസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതണം. നോക്കൂ, ദ പെൻസിൽസ് ആർ വെരി ഷാർപ്പ് അല്ലേ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഫുൾ സ്റ്റോപ്പ് കൊടുത്തപ്പോഴത്തേക്ക് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിച്ചു എന്ന് പറയാം അല്ലേ. ദ പെൻസിൽസ് ആർ വെരി ഷാർപ്പ്. അപ്പൊ നമ്മളിവിടെ ചെയ്ത് എന്താണ്? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു, അതേപോലെ തന്നെ സെന്റൻസ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. നെക്സ്റ്റ് നോക്കാം. ടുഡേ ഈസ് എ വെരി ഹോട്ട് ഡേ. ഇന്ന് ഭയങ്കര ചൂടാണ് അല്ലെ. ടുഡേ നോക്കിയേ, ടുഡേ ഈസ് എ വെരി ഹോട്ട് ഡേ. അപ്പൊ ഈ സെന്റൻസ് നമ്മൾ നോക്കി, ഈ സെന്റൻസിന്റെ ടുഡേ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ സ്മോൾ ലെറ്റർ ആണ്. ഇത് നമ്മൾ മീനിങ് ഫുൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ടുഡേ ഈസ് എ വെരി ഹോട്ട് ഡേ, ഇന്ന് ഭയങ്കര ചൂടുള്ള ദിവസമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ റീഅറേഞ്ച് ചെയ്യാം? ടുഡേ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു അല്ലേ. ഓക്കെ അല്ലേ. ടുഡേ ഈസ് എ വെരി ഹോട്ട് ഡേ. സെന്റൻസ് കംപ്ലീറ്റ് ആയല്ലോ. സെന്റൻസ് കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. ആ ഫുൾ സ്റ്റോപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ആ സെന്റൻസ് അവിടെ പ്രോപ്പർ ആവുള്ളൂ അല്ലെ. ടുഡേ ഈസ് എ വെരി ഹോട്ട് ഡേ. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത്? ഫസ്റ്റ് ലെറ്റർ ടി നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റി, അതേപോലെ തന്നെ സെന്റൻസ് നിർത്തിയപ്പോൾ നമ്മൾ എന്താ കൊടുത്തേ? ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. ഇപ്പൊ ആ സെന്റൻസ് പ്രോപ്പർ ആയി അല്ലേ. അടുത്ത നോക്കിയേ, ദ ട്രീ ഈസ് ഫുൾ ഓഫ് ആപ്പിൾസ്. ആ മരം നിറച്ച് ആപ്പിൾ ആണ് അല്ലെ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അനദർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലോ? എങ്ങനെ എഴുതാം? ദ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ ടി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതി അല്ലെ. ബാക്കി നമ്മൾ സെന്റൻസ് അതേപോലെ എഴുതുക. ദ ട്രീ ഈസ് ഫുൾ ഓഫ് എന്താണ്? മരം നിറച്ച് എന്താണ്? ആപ്പിൾസ് ആണ് അല്ലെ. നമ്മൾ എന്ത് കൊടുത്തു? ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. അപ്പൊ നമ്മൾ കൂടുതൽ പിന്നെ എക്സസൈസ് നമ്മൾ ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗ്രാമർ പോർഷൻ പഠിക്കാൻ പറ്റും. നോക്കൂ, ദ ട്രീ ഈസ് ഫുൾ ഓഫ് ആപ്പിൾസ്. നമുക്ക് രണ്ട് എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ഒരു സെന്റൻസ് എഴുതിയിരിക്കുന്നു, നോക്കിക്കേ മക്കളെ. ആർ യു മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അപ്പൊ സെന്റൻസിന്റെ മിസ്റ്റേക്കുകൾ എന്താണ്? ഫസ്റ്റ് ലെറ്റർ ഓൾറെഡി സ്മോൾ ലെറ്റർ ആണ്, ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല. മാത്രമല്ല സെന്റൻസ് മീനിങ് ഫുൾ ആയിട്ടല്ല അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഇവിടെ ചെയ്യണം. ആദ്യമേ സെന്റൻസിനെ മീനിങ് ഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്യണം. ദെൻ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. സെന്റൻസ് നിർത്തുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഫുൾ സ്റ്റോപ്പും കൊടുക്കണം. 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സെന്റൻസ് അവിടെ പൂർണ്ണമാകുന്നത്. നോക്കൂ, ആർ യു എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മൾ എന്താ അർത്ഥമുള്ളൂ? യു ആർ എന്നേ പറയുള്ളൂ അല്ലെ. എങ്ങനെ പറയണം? യു ആർ എന്നാണ് പറയേണ്ടത്. നോക്കൂ, യു എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എന്ത് കൊടുത്തു? ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. കണ്ടോ?
നിങ്ങൾ എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? സെന്റൻസ് നമ്മളിവിടെ നിർത്തി നമുക്ക് എന്ത് കൊടുക്കാം? ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം. അപ്പൊ നമ്മൾ സെന്റൻസിനെ അറേഞ്ച് ചെയ്ത് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു, സെന്റൻസ് നിർത്തിയപ്പോൾ ഫുൾ സ്റ്റോപ്പ് കൊടുത്തു, അതിനെ മീനിങ് ഫുൾ വേയിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെന്റൻസ് നോക്കിയേ. മോഹൻ ഇസ് എ ഗുഡ് ബോയ്. മോഹൻ എന്ന് പറയുന്ന നല്ല കുട്ടിയാണ് അല്ലേ, നല്ല ആൺകുട്ടിയാണ് അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ നോക്കിയേ മോഹൻ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും പേരൊക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം കൊടുക്കേണ്ടത്. സോ മോഹൻ എന്നുള്ളതിന്റെ എം നമ്മൾ എന്ത് കൊടുക്കുക? ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. മോഹൻ ഈസ് എ ഗുഡ് ബോയ്. മോഹൻ ഈസ് എ ഗുഡ് ബോയ്. ഓക്കെ അല്ലേ? അടുത്ത സെന്റൻസ് നോക്കിക്കേ. ദ ഗേൾ ഈസ് വെരി പ്രിറ്റി. ആ പെൺകുട്ടി വളരെ സുന്ദരിയാണ് ഇല്ലേ. ഫസ്റ്റ് ലെറ്റർ നോക്കൂ. ദ എന്നുള്ളതിന്റെ ടി ഇവിടെ സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മളത് അറേഞ്ച് ചെയ്ത് എഴുതുക. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു ഇല്ലേ. സെന്റൻസ് ഓൾറെഡി മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് പ്രത്യേകിച്ച് മാറ്റം വരുത്തണ്ട. ദ ഗേൾ ഈസ് വെരി പ്രിറ്റി എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുമ്പോൾ ഈ സെന്റൻസ് ഇവിടെ പൂർണ്ണമായി ഇല്ലേ. അപ്പൊ നമ്മളിവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു സെന്റൻസിനെ നമുക്ക് തന്നു കഴിയുമ്പോൾ അത് പ്രോപ്പർ ആണെന്ന് അറിയാൻ ഫസ്റ്റ് ലെറ്റർ ശ്രദ്ധിക്കുക, ഫുൾ സ്റ്റോപ്പ് ഇടുന്ന കാര്യം ശ്രദ്ധിക്കുക, അതിന്റെ മീനിങ് ഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ അറേഞ്ച് ചെയ്യുക. 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സെന്റൻസ് അവിടെ ഓക്കെ ആയി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. സോ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇനി നമ്മള് സെന്റൻസുകൾ എഴുതുമ്പോൾ നമ്മൾ പഠിച്ചു കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇനി ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ നോർമലി എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചാലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് നോക്കിയേ. ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് എവിടെയൊക്കെയാണ്? ദ ബിഗിനിങ് ഓഫ് എ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ. അതാണ് നമ്മളിപ്പം പഠിച്ചത് ഇല്ലേ. അത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. രണ്ടാമത്തെ പോയിന്റ് ആണ് പീപ്പിൾസ് നെയിം ഇല്ലേ. നമ്മൾ ഒരു വ്യക്തിയുടെ പേര്, പ്രത്യേകിച്ച് നമ്മൾ പ്രോപ്പർ നെയിം അല്ലെങ്കിൽ പ്രോപ്പർ നൗൺ എഴുതുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിയുടെ പേര് ഇല്ലേ, അങ്ങനെ എഴുതുമ്പോഴാണ് നമ്മൾ അതിന്റെ ലെറ്റേഴ്സ് പ്രത്യേകം നമ്മൾ ഒരു വ്യക്തിയുടെ പേര് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമ്മൾ അതിന്റെ 2 ലെറ്ററും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഇവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് കാർത്തിക് സൂര്യ ഇല്ലേ. അപ്പൊ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതിൽ കണ്ടോ, ഫസ്റ്റ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ഇല്ലേ. നോക്കിയേ, കാർത്തിക് എന്നുള്ളതിന്റെ കെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതേപോലെ തന്നെ സൂര്യ എന്നുള്ളതിന്റെ എസ് നമ്മളിവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അപ്പം വ്യക്തികളുടെ പേര് എഴുതുമ്പോൾ അല്ലെങ്കിൽ പീപ്പിൾസ് നെയിം എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അതിന്റെ ഫസ്റ്റ് ലെറ്റർ രണ്ടും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കേണ്ടത് എവിടെയൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ? ദ ബിഗിനിങ് ഓഫ് എ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. രണ്ടാമത് എന്താണ്? ഒരു വ്യക്തിയുടെ പേര് നമ്മൾ എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. എവിടെയൊക്കെ കൊടുക്കണം? ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എഴുതുമ്പോൾ 2 പോർഷന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം അല്ലേ. അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. നെയിം ഓഫ് പ്ലേസസ്, നമ്മൾ സ്ഥലങ്ങളുടെ പേര് എഴുതുമ്പോഴേ, ടൗൺസ്, അതുപോലെ കൺട്രി രാജ്യത്തിന്റെ പേര് എഴുതുമ്പോഴേ, റിവർ നദികളുടെ പേര് എഴുതുമ്പോഴേ, മൗണ്ടൻസ് പർവ്വതങ്ങളുടെ പേര് എഴുതുമ്പോഴേ ഒക്കെ നമ്മൾ എന്ത് കൊടുക്കണം? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഇപ്പൊ നമ്മളൊരു സ്ഥലത്തിന്റെ പേര് എഴുതും അല്ലേ. ഇപ്പൊ നമ്മൾ കായംകുളം എന്നൊരു സ്ഥലം നമ്മളുടെ പേര് എഴുതുമ്പോൾ കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം അല്ലേ. ഒരു സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ ടൗൺ അല്ലെ, കായംകുളം. ഇപ്പൊ കൺട്രി, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ. അതുപോലെ തന്നെ നദി, കാവേരി കണ്ടോ, കാവേരി എന്ന് നമ്മളൊരു നദിയുടെ പേര് എഴുതി. അപ്പൊ നമ്മൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എടുത്തു അല്ലെ. ഒരു പർവ്വതത്തിന്റെ പേര് ഹിമാലയ അല്ലെ. ഹിമാലയ എന്ന പർവ്വതത്തിന്റെ മൗണ്ടന്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയ എച്ച് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതി. അപ്പൊ നോക്കിയേ, എവിടെയൊക്കെ നമ്മൾ കൊടുക്കണം? നെയിം ഓഫ് എ പ്ലേസസ്, നമ്മുടെ സ്ഥലങ്ങളുടെ പേര്, ടൗണിന്റെ പേര്, നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര്, ഏത് രാജ്യം ആയിക്കോട്ടെ, കൺട്രി നെയിം എപ്പോഴും നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. പിന്നെ റിവർ നദിയുടെ പേര്, ലേക്സ് ആയിക്കോട്ടെ, മൗണ്ടൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു സെന്റൻസിലോ എവിടെയെങ്കിലും നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട എന്താണ്? അത് ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ. അത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത് നോക്കിയേ, നെയിം ഓഫ് ലാംഗ്വേജസ് ആൻഡ് നാഷണാലിറ്റി. നമ്മളൊരു സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ പേര് എഴുതുമ്പോൾ ലാംഗ്വേജസ് എഴുതുമ്പോൾ, ഇപ്പൊ ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം.
കണ്ടോ? അപ്പൊ ലാംഗ്വേജിന്റെ പേര് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. നാഷണാലിറ്റി എങ്ങനെ എഴുതുന്നത്? ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് ആണ് അല്ലേ? അപ്പൊ നാഷണാലിറ്റി ഇപ്പൊ ഇന്ത്യൻസ്, അമേരിക്കൻസ് എന്നൊക്കെ നമ്മൾ എഴുതുമ്പോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതായത് നാഷണാലിറ്റീസ് ഒക്കെ നമ്മൾ എഴുതുമ്പോഴേ അതിന്റെ ഫസ്റ്റ് ലെറ്റർ തീർച്ചയായിട്ടും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? അപ്പൊ ഇത്ര നോക്കിയേ, എവിടെയൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതേണ്ട മക്കളെ? ബിഗിനിങ് ഓഫ് എ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങില് പീപ്പിൾസ് നെയിം, വ്യക്തികളുടെ പേര് എഴുതുമ്പോഴേ സ്ഥലങ്ങളുടെ പേര്, ടൗണിന്റെ പേര്, കൺട്രി നെയിം, റിവർ, മൗണ്ടൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം ഫസ്റ്റ് ലെറ്റർ. അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ പേര് എഴുതുമ്പോഴേ, നാഷണാലിറ്റിയുടെ പേര് എഴുതുമ്പോഴേ ഒക്കെ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളോടാണ്. നെയിം ഓഫ് മന്ത്സ്, നെയിം ഓഫ് മന്ത്സ് ആൻഡ് ഡേയ്സ് അല്ലേ? നെയിം ഓഫ് മന്ത്സ് ആൻഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ പേരെഴുതുമ്പോ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം ഇല്ലേ? മന്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ മാർച്ച്, മാർച്ച് എന്ന് പറയുന്ന ഒരു മാസം, മാർച്ച് എന്ന് എഴുതുമ്പോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഇപ്പൊ ജൂൺ എന്ന് എഴുതുമ്പോ ജെ എന്നുള്ള ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. കണ്ടോ? അപ്പൊ മാസങ്ങളുടെ പേര് എഴുതുമ്പോഴും നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതേപോലെ തന്നെ ഡേയ്സ് നമ്മളില്ലേ, സൺഡേ, സൺഡേ, സൺഡേ എന്ന് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ലെറ്റർ ആയ എസ് നമ്മൾ എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അപ്പം ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ പഠിച്ച എന്താണ്, എവിടെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? മന്ത്സ് ആൻഡ് ഡേയ്സ്, മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ പേര് നമ്മൾ എഴുതുമ്പോൾ അവിടെ നമ്മൾ എന്ത് ശ്രദ്ധിക്കുക? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. ഇനി ഒരു പോയിന്റോടെ നോക്കിയേ, നമ്മുടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോനൗൺ ആണ് ഐ എന്ന് പറയുന്ന നമ്മുടെ പ്രോനൗൺ അല്ലേ? അപ്പൊ നമ്മുടെ പ്രോനൗൺ ആയ ഐയുടെ കൂടെയും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഐ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ആണ് അല്ലേ? അപ്പൊ പ്രോനൗൺ ഐ എന്ന് എഴുതുമ്പോഴും നമ്മൾ ഫസ്റ്റ്, നമ്മളിപ്പോ ഇത് എക്സാമ്പിളിനകത്ത് നമ്മൾ ഇത് വെച്ച് എഴുതിയിട്ടുണ്ട് ഓൾറെഡി അല്ലേ? അപ്പൊ ഐ എന്ന് പറയുന്ന പ്രോനൗണിന്റെ കൂടെയും നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം വൃത്തിയായിട്ടും ചിട്ടയോടും കൂടി നമുക്കൊരു സെന്റൻസ് എഴുതാം. അപ്പൊ എല്ലാ മക്കളും ഈ വെക്കേഷൻ സമയത്ത് കുറച്ച് സമയം ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.